മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജയചന്ദ്രൻ ചേരുകയാണ്. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ അത്യന്തം പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. സുപ്രീം കോടതി പറഞ്ഞിരുന്നു, നിങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യരുടെ വീടുകൾ ഇടിച്ചു പൊളിക്കരുത് എന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ട് പോലും അസ്സാമിൽ ഏതാണ്ട് 4000 കുടുംബങ്ങളിലെ വീടുകളാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം കൊണ്ട് അവർ ഇടിച്ചു പൊളിച്ച് തകർത്ത് കളഞ്ഞത്. അതുപോലെ തന്നെ ഒറീസയിൽ BJD മാറി അവിടെ BJPയുടെ സർക്കാർ വന്നതിന് ശേഷം ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെയുള്ള അതിക്രമം അതിഭയങ്കരമായി വർദ്ധിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല, അല്ലെങ്കിൽ BJPയുടെ ഔദാര്യത്തിൽ ഇനി അവർ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണോ രൂപപ്പെടാൻ പോകുന്നത്? ശ്രീ ജയചന്ദ്രൻ. ഷമ്മി, അത് പറയുമ്പോൾ മറ്റു ചില അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് റിയാലിറ്റീസ് കൂടെ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തതുണ്ട്. ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അഥവാ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയുടെ പൊതുമണ്ഡലത്തിൽ വന്ന ഏറ്റവും സങ്കീർണമായ വിഷയങ്ങളിലൊന്നാണ് ഈ മതപരിവർത്തന പ്രശ്നം എന്ന് പറയുന്നത്. അതിനെ അത്യന്തം സങ്കീർണമാക്കിയത് ഒരു സംശയമില്ലാതെ അടിവരയിട്ട് പറയാൻ കഴിയും കോൺഗ്രസ് സർക്കാരുകളാണ്. അതിൽ ഒരു സംശയമില്ലാതെ പറയേണ്ട കാര്യം തന്നെയാണ് ഒന്നാമത്തെ കാര്യം അത്. കാരണം ഈ മതപരിവർത്തന നിരോധന നിയമം എന്ന് പറഞ്ഞൊരു നിയമം ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുണ്ടല്ലോ. ഇതൊരു കേന്ദ്ര നിയമമല്ല. ഒന്നാമത്തെ പ്രശ്നം, ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന 29 സംസ്ഥാനങ്ങളാണല്ലോ. ആ 29 സംസ്ഥാനങ്ങൾ പോലും 12 സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും മതപരിവർത്തന നിരോധന നിയമം നിലനിൽക്കുന്നുള്ളൂ. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് തുടങ്ങുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. 1967 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ മതപരിവർത്തന നിരോധന നിയമം അന്ന് ഒറീസയാണല്ലോ പാസ്സാക്കുന്നത്. അതുമുതൽ തുടങ്ങുകയാണ്. പിറ്റേ വർഷമാണ് 68 ഇപ്പോൾ വിവാദമായിട്ട് ഛത്തീസ്ഗഡിന്റെ ഭാഗം, അന്ന് ഛത്തീസ്ഗഡ് മധ്യപ്രദേശായിരുന്നു. മധ്യപ്രദേശ് 1968 ഈ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കുന്നത്. പിന്നീട് ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം ഉണ്ടാകുന്നത് 2006 2006 ആ സംസ്ഥാനം പുതിയ നിയമം കൊണ്ടുവരികയാണ്. എന്നാൽ 1978 അരുണാചൽ പ്രദേശ് ഈ നിയമം പാസ്സാക്കിയെങ്കിലും അന്ന് മുതൽ നാളിതുവരെ നടപ്പിലാക്കാൻ തയ്യാറായില്ല. തമിഴ്നാടാകട്ടെ 2002 ഈ നിയമം നടപ്പിലാക്കി, പക്ഷേ അവരത് പിന്നീട് റദ്ദാക്കുകയാണ് ചെയ്തത്. അപ്പോൾ വേറൊരു കേസ് വന്നത് 1977 സുപ്രീം കോടതിയിൽ പ്രശസ്തമായ ഒരു കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാനിസ്ലാവ് വേഴ്സസ് മധ്യപ്രദേശ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസിൽ സുപ്രീം കോടതി വ്യക്തമായി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ നിർബന്ധിതമായ മതപരിവർത്തനമാണ് കുറ്റകരമാവുന്നത്. സ്വമേധയുള്ള മതപരിവർത്തനം കുറ്റകരമേ അല്ല എന്ന് അസന്നിഗ്ധമായ വിധി പ്രസ്താവിച്ച ചരിത്രം നിലനിൽക്കുന്ന രാജ്യമായ ഇന്ത്യയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ പറയുന്ന ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ 2 കന്യാസ്ത്രീമാർക്ക് സന്യാസ വസ്ത്രം സ്വീകരിച്ച് സന്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ സഹോദരിമാർക്ക് നേരെ ഇത്തരത്തിൽ നീചമായ ആക്രമണം ഉണ്ടാകുന്നത്. അത് നാളെ ഒരുപക്ഷെ ജാമ്യം കിട്ടിയേക്കാം, അത് മറ്റൊരു കാര്യമാണ്. പക്ഷെ ഇന്നും നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും കോടതിയിൽ ഇതിന്റെ കസ്റ്റോഡിയൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല പോലീസ്, അത് മറ്റൊരു കാര്യം.